നാം എല്ലാം ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. പരിശുദ്ധമായ കുർബാനയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ് നാം എല്ലാവരും തന്നെ. പരിശുദ്ധമായ കുർബാന അനുഭവിച്ചാൽ എന്തനുഗ്രഹമാണ് നമുക്ക് കിട്ടുക? നിങ്ങൾക്കറിയാം. വിശുദ്ധമായ കുർബാന അനുഭവിച്ചാൽ എന്തനുഗ്രഹം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. പാപമോചനത്തിന് വേണ്ടിയാണ് വിശുദ്ധമായ കുർബാന അനുഭവിക്കുന്നത്. വിശുദ്ധമായ കുർബാന അനുഷ്ഠിക്കുന്ന പുരോഹിതന് എന്തനുഗ്രഹമാണ് കിട്ടുക? അനുഷ്ഠിക്കുന്ന പുരോഹിതന് എന്തനുഗ്രഹമാണ് കിട്ടുക? പലവട്ടം ജനത്തിന് മുമ്പിൽ വന്ന് കൈകൾ മലർത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ളതായ അവസരം കിട്ടും, വിനയം കിട്ടും. വിശുദ്ധ കുർബാന ചെല്ലുന്ന പുരോഹിതന് കിട്ടുന്നത് അതാണ്. പലവട്ടം ജനത്തിന് മുമ്പിൽ വന്ന് കൈകൾ താഴ്ത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കാനുള്ളതായ ആന്തരിക വിനയം കിട്ടും. പ്രിയപ്പെട്ടവരെ, നാം കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ കുർബാന കാണുന്ന നമുക്ക് എന്തനുഗ്രഹമാണ് കിട്ടുന്നത്? കുർബാന അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹമുണ്ട്. എന്നാൽ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹം എന്താണ്? ആ അനുഗ്രഹവും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. പലവട്ടം നമ്മുടെ തലകളെ കൊളുത്തുപോലെ കുനിക്കാനുള്ള ഭാഗ്യം കിട്ടും. പലവട്ടം നമ്മുടെ തലകളെ, അഹങ്കാരമുള്ള നമ്മുടെ തലകളെ, തൻ്റെ ഇടം കാണിക്കുക നമ്മുടെ തലകളെ, പ്രിയപ്പെട്ടവരെ, എന്തിനും ഏതിനും ഞാൻ മതിയായവനാണെന്ന് പറയുന്ന നമ്മുടെ തലകളെ കൊളുത്തുപോലെ കുഴിക്കാനുള്ളതായ ആഹ്വാനമുണ്ടാകും. നമുക്ക് തല കുനിക്കാനുള്ളതായ ആ മനസ്സാണ് നമുക്ക് കിട്ടുക. ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹം അതാണ്. തല കുനിക്കാനുള്ള മനസ്സ് കിട്ടും. തല കുനിച്ച് പരസ്യമായി തന്നെ ജനത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവർ കാണുക തന്നെ തല കുനിച്ച് നിൽക്കാനുള്ളതായ ഒരു മനസ്സാണ് നമുക്ക് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ താഴെ പറയുന്ന ചില വാക്കുകളൊക്കെയാണ് ആ മനുഷ്യൻ്റെ വായിലൂടെ എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ഇപ്രകാരമാണ്: ഞാൻ എത്ര നിസ്സാരൻ എന്ന ബോധമുള്ള ഒരു മനുഷ്യൻ. ഞാൻ എത്ര നിസ്സാരൻ, ഞാൻ എന്തുള്ളൂ എന്ന് ബോധമുള്ള ഒരു മനുഷ്യൻ. ഞാൻ ഇനിയും താഴുമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഞാൻ എന്തുള്ളൂ, ഞാൻ എത്ര നിസ്സാരൻ, ഞാൻ ഇനിയും താഴുമെന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഒരു രാജാവായിരുന്നു. ആ മനുഷ്യൻ ഒരു രാജാവായിരുന്നു, നിസ്സാരനായിരുന്നില്ല. പക്ഷേ ആ രാജാവിൻ്റെ ഭാഷ ഇതായിരുന്നു: ഞാൻ എന്തുള്ളൂ, ഞാൻ എത്ര നിസ്സാരൻ, ഞാൻ ഇനിയും താഴും. അതായിരുന്നു ആ മനുഷ്യൻ്റെ വായിലൂടെ വന്നിരുന്ന ഭാഷ. ദൈവത്തിൻ്റെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും അദ്ദേഹത്തിന് പറയാനുള്ളത് അത് തന്നെയായിരുന്നു. ഞാൻ പറയുന്ന ആ മനുഷ്യനെ നിങ്ങൾക്കറിയാം, വേദപുസ്തകം അറിയാവുന്നവർക്ക് മനസ്സിലായി കാണും ആ മനുഷ്യൻ ആരാണെന്ന്. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഇനിയും ഇതിലധികം താണവനും എന്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. ഞാൻ എന്തുള്ളൂ, ഞാൻ ഇനിയും താണവനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കുമെന്ന് എപ്പോഴും പറയുന്നവനായ ഒരു മനുഷ്യനെ നാം കാണുന്നു. അവൻ രാജാവായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ചെന്നിട്ട് സ്വന്തം ഭാര്യയും ഭർത്താവും കൂടെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവിടെ അടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പറയാവോ? ഞാൻ ഇനിയും താഴും, ഞാൻ എന്തുള്ളൂ, ഞാൻ ഇനിയും താഴും, ഞാൻ എത്ര നിസ്സാരൻ. ഇതൊക്കെ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും കൂടെ അടുത്തടുത്തിരുന്നു പറയാവോ? നിങ്ങൾക്കൊന്ന് പരസ്പരം പറയാവോ? ഞാൻ എന്തുള്ളൂ, ഞാൻ എത്ര നിസ്സാരൻ, ഞാൻ ഇനിയും താഴും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊന്ന് പറയാവോ? നിങ്ങളുടെ ഭവനത്തിൽ ചെന്നൊന്ന് പറയാവോ? ഭാര്യയോട് ഭർത്താവിനോടൊന്ന് പറയാവോ? നിങ്ങളുടെ പാരൻസിനോടൊന്ന് പറയാവോ? പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനാണ്
ദാവീദ് രാജാവ്. ദൈവത്തിന് സ്തോത്രം. ആ ദാവീദിനെ കുറിച്ച് നമുക്കെന്തറിയാം പ്രിയപ്പെട്ടവരെ? ആ ദാവീദ് എന്താണ് ദാവീദ് പറയുന്നത്? 22-ാമത്തെ വാക്യത്തിൽ, എൻ്റെ കാഴ്ചയിൽ ഞാൻ എളിയവനായിരിക്കും. അവിടെയാണ് മനുഷ്യൻ്റെ കാതലായ വിഷയം കിടക്കുന്നത്. മറ്റുള്ളവരുടെ കാഴ്ചയിലല്ല. മറ്റുള്ളവരുടെ കാഴ്ചയിൽ ദാവീദ് രാജാവാണ്. മറ്റുള്ളവരുടെ കാഴ്ചയിൽ ദാവീദ് കുതിരപ്പുറത്ത് പോകുന്നവനാണ്. മറ്റുള്ളവരുടെ കാഴ്ചയിൽ രാജാവ് പല്ലക്കിൽ പോകുന്നവനാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ദാവീദ് ഉലാവുന്നവനാണ്. പക്ഷേ ദാവീദിൻ്റെ കാഴ്ചപ്പാടിൽ ദാവീദ് താണവനാണ്. ഞാൻ ഇനിയും താണവനായിരിക്കും, അതാണ് എൻ്റെ കാഴ്ചപ്പാടെന്ന് ദാവീദ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചപ്പാട് അതായിരിക്കണം. നാം ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് അതായിരിക്കണം. ഞാൻ ഇനിയും താണവനായിരിക്കും, ഞാൻ ഇനിയും എളിയവനായിരിക്കും, ഞാൻ നിസ്സാരനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ ആളത്വമാണ് ദാവീദ് രാജാവിനെ ശ്രേഷ്ഠനാക്കിയത്. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്. ദൈവം എല്ലാവരെ കുറിച്ചൊന്നും അധികം സാക്ഷ്യം പറഞ്ഞിട്ടില്ല, പക്ഷേ ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദ് യുദ്ധങ്ങൾ ജയിച്ചു. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചു. ദാവീദ് യുദ്ധങ്ങൾ ജയിച്ചു. പ്രിയപ്പെട്ടവരെ, അതൊന്നും അവൻ്റെ കഴിവ് കൊണ്ടായിരുന്നില്ല, അവൻ്റെ സാമർഥ്യം കൊണ്ടായിരുന്നില്ല. എല്ലാറ്റിനേക്കാളും ഉപരി അവൻ്റെ ആ എളിമ കൊണ്ടായിരുന്നു, അവൻ്റെ വിനയം കൊണ്ടായിരുന്നു, അവൻ്റെ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടായിരുന്നു. അവന് കഴിവില്ല എന്നുള്ള ബോധമുണ്ടായിരുന്നു, അവൻ നിസ്സാരനാണെന്നുള്ള ബോധമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം വലിയവനാണെന്നുള്ള ബോധമുണ്ടായിരുന്നു. എൻ്റെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ. എൻ്റെ ദൈവം വലിയവനാണ്. അതാണ് ദാവീദിന് അറിയാമായിരുന്നുള്ളൂ. അതുമാത്രം പറയാനേ ദാവീദിന് അറിയാമായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം വലിയവനാണ്. അതാണ് ഏലാ താഴ്വരയിൽ ഗോലിയാത്ത് വന്നപ്പോൾ ദാവീദിന് അത് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ദൈവം വലിയവനാണ്. ഞാൻ വലിയവനാണ് ദാവീദ് പറഞ്ഞില്ല. ഞാൻ കവണ കൊണ്ടെറിയാൻ സാമർഥ്യമുള്ളവനാണെന്ന് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ദൈവം വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തന്നെത്താൻ ഹൃദയത്തിലൊന്ന് പറയാവോ? എന്നെ വിളിച്ച ദൈവം വലിയവനാണ്, എൻ്റെ കരത്തിൽ പിടിച്ച ദൈവം വലിയവനാണ്, എന്നെ തൊട്ട ദൈവം വലിയവനാണ്, എന്നോട് സംസാരിക്കുന്ന ദൈവം വലിയവനാണ്, എൻ്റെ പേരെഴുതിയ ദൈവം വലിയവനാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം വലിയവനാണ്, ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം വലിയവനാണ്, എൻ്റെ പ്രാർത്ഥന ഞാൻ ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ ദൈവം വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ വലിയവനാണ്, അവൻ വലിയവനാണ്. അതുകൊണ്ടാണ് ദാവീദ് യുദ്ധങ്ങൾ ജയിച്ചത്. 18-ാം സങ്കീർത്തനം നമുക്കെടുക്കാം. അതിൻ്റെ ആദ്യത്തെ മുഖവര നമുക്കൊന്ന് വായിക്കാം. 18-ാം സങ്കീർത്തനത്തിൻ്റെ മുഖവര നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ ആദ്യത്തെ ആ കുഞ്ഞു വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്താണ് അത് എഴുതിയിരിച്ചിരിക്കുന്നത്? യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നത് ഒറ്റ രാത്രി കൊണ്ടായിരുന്നു. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നത് ഒരു രാത്രി കൊണ്ടായിരുന്നു കടന്നത് എന്ന് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ദാവീദ് രാജാവ് അവൻ്റെ ജീവിതത്തിൻ്റെ ചെങ്കടൽ കടന്നത് എന്തെല്ലാമായിരുന്നു? അവൻ്റെ ചെങ്കടലിൻ്റെ അനുഭവം. അവൻ്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും അവൻ വിടുവിക്കപ്പെട്ടതായ കാലം. അത് ഒരു രാത്രി കൊണ്ടൊന്നുമായിരുന്നില്ല, 2 രാത്രി കൊണ്ടൊന്നുമായിരുന്നില്ല. അതൊരു കാലഘട്ടമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഒരു കാലഘട്ടത്തിലൂടെ ദാവീദ് കടന്നുപോയി. ശത്രുവുള്ള കാലഘട്ടം, എതിർപ്പുള്ള കാലഘട്ടം. ആ ശത്രുവും ഖിനുവുള്ള കാലഘട്ടത്തിലൂടെ ദാവീദ് കടന്നുപോയി. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന പോലെ ഒരു രാത്രി കൊണ്ട് ദാവീദിൻ്റെ ചെങ്കടൽ കടക്കൽ തീരുന്നില്ല. ദാവീദ് നാളുകൾ എടുത്തു. ദൈവനുള്ള ദൈവം ദാവീദിനെ അപ്പുറം കിടത്തി നിർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മളെ അപ്പുറത്ത് കിടത്തുന്നവരുണ്ട്. നാം ചെങ്കടൽ കിടക്കാൻ പോകുന്നവരും, നാം ചെങ്കടൽ കടന്നവരായിരിക്കാം, രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. നാം ചെങ്കടലും കിടക്കും, നാം യോർദാനും കിടക്കും. ഹല്ലേലൂയ. നാം ചെങ്കടൽ കിടക്കും, നാം മരണ യോർദാനും കിടക്കും. നാം അപ്പുറത്തെത്തും, നാം വെള്ളക്കുരുത്തോല പിടിക്കും, നാം വെള്ള നിലയെങ്കി ധരിക്കും. അരുമനാഥൻ്റെ പാട്ടും പാടി, ഓശാനയുടെ പാട്ടും പാടി, രക്ഷ എന്നുള്ളത് ജീവനുള്ള ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ദാനം എന്നുള്ളതായ പാട്ടുപാടും. ഹല്ലേലൂയ ദൈവമക്കളെ, നാം മരണയോർദാൻ കിടക്കും, നാം ചെങ്കടൽ കിടക്കും, നാം മരണയോർദാനം കിടക്കും. നാം അപ്പുറം കിടത്തുവാൻ ഒരുവൻ നമ്മുടെ കയ്യിലുണ്ട്.
അവനാണ് നമ്മളെ പിടിച്ചിരിക്കുന്നത്. ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, നാം ആരും തൊട്ടി തകർന്നു പോകാനുള്ളവരല്ല, നാം ആരും ചില്ലുകുപ്പികളല്ല പ്രിയപ്പെട്ടവരെ. ദൈവനുള്ള ദൈവം ആത്മാവിനെ പകർന്നു തന്നിട്ടുള്ളതായ മൺകൂടാരങ്ങളാണ് നാം തകരാൻ പോകുന്നവരല്ല. നാം ആത്മാവിനാൽ നിറയാൻ പോകുന്നവരാണ്, നാം ആത്മാവിനാൽ ജ്വലിക്കാൻ പോകുന്നവരാണ്. നമ്മുടെ അകത്തുള്ള ആത്മാവ് നമുക്ക് പുനരുജ്ജീവൻ തരുന്നതാണ്. ക്രിസ്തുയേശുവിൻ്റെ ആത്മാവുള്ളവൻ ഈ കല്ലറയ്ക്കകത്ത് വെച്ചാൽ, ഈ മണ്ണിൽ മരിച്ചു വീണാൽ അതിൽ നിന്ന് എഴുന്നേൽക്കാനുള്ളതായ ആത്മാവ് ജീവനുള്ള ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ മണ്ണിൽ അടക്കിയാൽ എഴുന്നേറ്റ് വരും, ഈ മണ്ണിൽ അടക്കിയാൽ അവിടെ കിടക്കും. പക്ഷേ ദൈവം ഒരു നാൾ എഴുന്നേൽപ്പിക്കും, ഒരു നാളിൽ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ ദൈവമക്കളെ, അവൻ ശക്തനാണ്. നാം ചെങ്കടൽ കിടന്നു, നാം യോർദാനും കിടക്കും. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് കരയുന്നത്? എന്തിനാണ് നിരാശപ്പെടുന്നത്? അകത്തൊരാത്മാവില്ലേ? പരിശുദ്ധാത്മാവില്ലേ നമ്മുടെ അകത്ത്? ഈ മൺകൂടാരങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു തന്നിട്ടില്ലേ? ഈ മൺകൂടാരം മാത്രമേ തകരുകയുള്ളൂ, അകത്തുള്ള ആത്മാവ് തകരരില്ല. ഈ മൺകൂടാരം തളർന്നു പോകും, ഈ മൺകൂടാരത്തിന് രോഗം വരും, ഈ മൺകൂടാരം നിശ്ചലമായി പോകും. പക്ഷേ ഈ മൺകൂടാരത്തിനകത്തുള്ള ആത്മാവ് നിശ്ചലമാകില്ല പ്രിയപ്പെട്ടവരെ. അത് ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്, അത് ഹല്ലേലൂയ പാടാനുള്ളതാണ്, അത് സ്തുതി പാടാനുള്ളതാണ്. അത് അരുമനാഥന്റെ വകയാണ്, അത് എൻ്റെ വകയല്ല, അത് എൻ്റെ സാമർഥ്യം കൊണ്ടുള്ളതല്ല, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടുള്ളതല്ല, എൻ്റെ യോഗ്യത കൊണ്ടുള്ളതല്ല. അത് അരുമനാഥന്റെ ചങ്കിലെ ചോര കൊണ്ടവൻ കത്തിച്ചു തന്ന ജീവന്റെ ആത്മാവാണ് പ്രിയപ്പെട്ടവരെ. ആ ആത്മാവ് അത് ഉയർത്തെഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് നാം മുഖത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ദാവീദ് ഒരു പ്രവാചകനിൽ ആശ്രയിച്ചില്ല. നിങ്ങളവിടെ വായിച്ചല്ലോ, ദാവീദിന്റെ ആ കഷ്ടകാലത്ത് അവിടെ ദാവീദ് കടന്നുപോയി. ദാവീദ് ആ കഷ്ടകാലത്തിലൂടെ കടന്നുപോയി. ദാവീദിന് അറിയാവുന്ന ധാരാളം പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രവാചകനിൽ ദാവീദ് ആശ്രയിച്ചില്ല. ദാവീദ് ഒരു പ്രവാചകനിലും ആശ്രയിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നാം ഒരു പ്രവാചകനിലും ആശ്രയിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കുട്ടി ദൈവങ്ങൾ ഉണ്ടാകരുത്, കുട്ടി ദൈവങ്ങൾ ഉണ്ടാകരുത്. നാം വർഷങ്ങളോളം കേട്ടിട്ടുള്ള കാര്യമാണത്. കുട്ടി ദൈവങ്ങൾ ഉണ്ടാകരുത്, കുട്ടി ദൈവങ്ങളെ ഒരിക്കലും ഉണ്ടാക്കരുത്. അത് ഉറപ്പായ കാര്യമായിരിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തിന് സ്തോത്രം. ദ റോബ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായി, നിങ്ങൾ പലരും വായിച്ചു കാണും. അതിനകത്ത് ഒരടിമ വന്ന് പത്രോസിനോട് ചോദിച്ചു, അല്ലയോ യജമാനനെ, എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു പോയല്ലോ, എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ, ഞാൻ എന്ത് ചെയ്യണമെന്ന്. പത്രോസ് അവനെ നിർനിമേഷനായിട്ടൊന്ന് നോക്കി. തെറ്റുപറ്റിയെന്ന് സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ ആ മനുഷ്യനെ പത്രോസ് നാപാത ചൂടം നോക്കിയിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, മോനെ, ഞാനവനെ തള്ളിപ്പറഞ്ഞതാ, എന്നിട്ടാ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാനവനെ തള്ളിപ്പറഞ്ഞതാ, എന്നിട്ടാ എന്നെ അവൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും നിരാശപ്പെടരുത്. തള്ളിപ്പറഞ്ഞവനെ നിർത്തുന്നൊരു ദൈവമുണ്ട്. സഹോദരാ, നിനക്ക് പരാജയം വന്നിട്ടുണ്ടോ? നിനക്ക് തോൽവികൾ വന്നിട്ടുണ്ടോ? അവൻ ഉപേക്ഷിക്കുന്നവനല്ല, അവൻ മറന്നു പോകുന്നവനല്ല. നിന്റെ പരാജയം ഏറ്റു പറഞ്ഞാൽ, അതാണ് പത്രോസ് പറഞ്ഞത്, എൻ്റെ മോനെ, നിനക്ക് ചെറിയൊരു തെറ്റാ പറ്റിയത്. നിനക്ക് നിന്റെ വാ കൊണ്ടൊരു മനുഷ്യനെയാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ തള്ളിപ്പറഞ്ഞത് കർത്താവായ യേശുവിനെയാണ്, ഞാൻ നസ്രായനായ യേശുവിനെയാണ് തള്ളിപ്പറഞ്ഞത്. അവനാണ് എന്നോട് ക്ഷമിച്ചത്. അവൻ എന്നോട് ക്ഷമിച്ചുവെങ്കിൽ മനുഷ്യരോട് പറഞ്ഞ വാക്ക് എന്തുള്ളൂ സഹോദര, എൻ്റെ പ്രിയപ്പെട്ടവരെ. തള്ളിപ്പറഞ്ഞവനെ കൈപിടിച്ച് ഉയർത്തി നിർത്തുന്ന നസ്രായനായ യേശുവിൻ്റെ കയ്യിൽ പിടിക്കാൻ ആരെല്ലാം ഉണ്ട്? തന്നെ നോക്കി തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഉറപ്പുള്ളവനായി പിടിച്ചു നിർത്തിയ ആ കർത്താവായ യേശുവിനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ നിങ്ങൾ ആരെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ? അവരെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. ദൈവത്തിൻ്റെ സ്തോത്രം. നാം ഈ പ്രാർത്ഥനാ കോളിൽ വരുന്നത് അതിനു വേണ്ടിയാണ്, യേശുവിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയാണ്. കർത്താവായ യേശുവിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ആരെയും നോക്കരുത്. മനുഷ്യരൊക്കെ അവൻ്റെ നിരൂപണം നശിച്ചു പോകും. അവൻ്റെ മൂക്കിലെ ശ്വാസം പോയാൽ അവൻ്റെ തീർന്നു, അവൻ്റെ നിരൂപണം നശിച്ചു പോകും. എത്രയോ പേരാ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ. ചിലരൊക്കെ നേരിട്ടും പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുള്ളൂ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയൊക്കെ നിങ്ങൾ ഫോൺ വിളിക്കുക. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ?
ബലഹീനരായ ഞങ്ങളല്ലേ, ഞങ്ങൾ എന്തുള്ളൂ? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളും ആ പ്രാർത്ഥന അറിയിക്കുന്നത് ഞങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ആ യേശുവിനോടാണ്. അവനാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവനാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്. അവനാണ് നിങ്ങളുടെ സങ്കടത്തിന് പരിഹാരം തരുന്നത്. പ്രിയപ്പെട്ടവരെ, അവനാണ് നിങ്ങൾക്ക് ആശ്വാസം തരുന്നത്. അവനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ഒരുവനെ മാത്രം. 1 കൊരിന്ത്യർ 1:13 പൗലോസ് ചോദിക്കും, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? പലതും നിങ്ങൾക്ക് പറയാൻ കാണും. എന്നാൽ അപ്പോസ്തലന് പറയാൻ ഒന്നേ ഉള്ളൂ, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? ക്രൂശിക്കപ്പെട്ടവനെ മാത്രമേ നാം നോക്കാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തുതി. ഞാൻ ആത്മീയം പഠിച്ചത് ശ്രേഷ്ഠരായ ആത്മീയ ഗുരുക്കന്മാരിൽ ഞാൻ ആത്മീയം പഠിച്ചിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠരായ ആത്മീയ ഗുരുക്കന്മാരിൽ ഞാൻ ആത്മീയം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഈ വേദിയിൽ കയറി എന്ന് പ്രസംഗിച്ചിട്ടില്ലാത്ത എളിയവരായ നിസ്സാരന്മാരായ പ്രിയപ്പെട്ടവരെ പലരിൽ നിന്നും ഞാൻ ആത്മീയം പഠിച്ചിട്ടുണ്ട്. മരണസമയത്ത് എന്താണ് സംഭവിക്കുക, മരണത്തിൻ്റെ നാഴികയിൽ എന്താണ് സംഭവിക്കുക എന്ന് ശരിയായ ദൃക്സാക്ഷി പോലെ എനിക്ക് പറഞ്ഞു തന്നത് ഒരു എളിയവനായ കർത്തൃദാസനാണ്. എൻ്റെ യൗവനകാലത്ത്, ഞാൻ മനസ്സാന്തരപ്പെട്ട കാലത്ത്, ആ കാലത്ത് ഒന്ന് പ്രായം വന്ന ഒരു വല്യപ്പൻ്റെ മരണക്കിടക്കയുടെ അരികിൽ ഞാൻ പോയി. പ്രായം ചെന്നൊരു വ്യക്തി, മനസ്സാന്തരപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള വ്യക്തിയാണ്. പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, വല്യപ്പ, ആരാണ് അരികത്തുള്ളത്? ആരാണ് അരികത്തുള്ളത്? മരണശ്വാസം വലിക്കുകയാണ്. ആരാണ് അരികത്തുള്ളത്? എൻ്റെ ചെവിയിൽ അദ്ദേഹം പറഞ്ഞു വന്നു, മോനെ, പിശാചും കൂട്ടരും അവിടെ നിൽപ്പുണ്ട്. അരികത്ത് നിൽപ്പുണ്ട്, പിശാചും കൂട്ടരും അവിടെ നിൽപ്പുണ്ട്. യേശു അങ്ങ് ദൂരെ നിൽക്കുന്നുണ്ട്. യേശു അങ്ങ് ദൂരെ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ പഠിച്ചു മരണസമയം എന്താണെന്ന്. മരണസമയം എന്താണെന്ന്. പിശാചും കൂട്ടരും അടുത്ത് നിൽക്കുന്നുണ്ട്. യേശു അങ്ങ് ദൂരെ നിൽക്കുന്നുണ്ട്. എന്തിനാണ് യേശു ദൂരെ നിൽക്കുന്നത്? അവസാന നാളിലെങ്കിലും ഒരിക്കൽ മാനസാന്തരപ്പെട്ട ആ ആത്മാവ് അവസാനത്തെ നാളിലെങ്കിലും ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമോ എന്നറിയാൻ വേണ്ടി യേശു ദൂരെ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മരണത്തിന് മുമ്പ് രക്ഷിക്കപ്പെട്ട ആത്മാവിനെ ചാടി പിടിക്കാൻ ഒരുവനോട് നിൽക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മരണ നാഴികയിൽ അവനോട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ നശിച്ചു പോകാനോ സമ്മതിക്കുന്നവനല്ല. ആരും നശിച്ചു പോകാനോ സമ്മതിക്കുന്നില്ലല്ല. അവസാനത്തെ നാളിലെങ്കിലും എല്ലാം ഏറ്റുപറഞ്ഞ് എല്ലാം തിരുത്തി, അപ്പാ സ്വർഗത്തോടെ നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ പത്രോസ് ആ അർദ്ധരാത്രിയിൽ കോഴി കൂവുമ്പോൾ ആ നോക്കിയ മുഖത്തേക്ക്, മനുഷ്യ, നിന്റെ മരണസമയത്തെങ്കിലും ഒന്ന് നോക്കുമോ എന്നറിയാൻ വേണ്ടി അവൻ നിന്റെ അരികത്ത് നോക്കി നിൽക്കുന്നുണ്ട്. അവൻ നിന്നെ ചാടി പിടിക്കാൻ നിൽക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടുന്നു? നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ യേശുണ്ട്. നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ യേശുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വരാം. 18-ാം സങ്കീർത്തനം അതിൻ്റെ 28-29 വാക്യമാണല്ലോ നാം വായിച്ചത്. അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയും, ദാവീദ് സ്വന്തം ആത്മാവിന് കൊടുത്ത പേരാണ് ദീപം. എൻ്റെ ദീപം, എൻ്റെ ദീപം എന്ന് ദാവീദ് പറയുന്നത് ദാവീദിൻ്റെ ആത്മാവിന് ദാവീദ് കൊടുത്ത പേരാണ് എൻ്റെ ദീപം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദീപം കത്തുന്ന ദീപമാണ്. ദാവീദ് അത് പറയുന്നത് സാക്ഷ്യത്തോടെ പറയുകയാണ്. ദാവീദ്, എൻ്റെ ദീപം കത്തിക്കൊണ്ടിരിക്കുന്ന ദീപമാണ്, കത്തുന്ന ദീപമാണ്, വെളിച്ചമുള്ള ദീപമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവ് കത്തുന്ന ആത്മാവാണോ, വെളിച്ചമുള്ള ആത്മാവാണോ? നിങ്ങൾ ആത്മാവിൽ വെളിച്ചമുള്ളവരാണോ? നിങ്ങൾ ആത്മാവിൽ ജീവനുള്ളവരാണോ? നിങ്ങളുടെ ആത്മാവ് കത്തുന്ന അനുഭവമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, വിളക്ക് കത്തുന്നത് ഈ എണ്ണ കൊണ്ടാണെങ്കിൽ ആത്മാവിൻ്റെ ദീപം കത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ആദ്യം ആ തീക്ക് നാളം വരുന്നത്, ജ്വാല വരുന്നത് രക്തം കൊണ്ടാണെന്ന് ഞാൻ പറയും. മനുഷ്യൻ്റെ ആത്മാവിന് ആദ്യം ജ്വാല വരുന്നത്, തീ വരുന്നത്
രക്തം കൊണ്ടാണ്, കാൽവരിയിലെ രക്തം കൊണ്ടാണ് ആദ്യം അത് കത്തുന്നത്. പിന്നീടാണ് പരിശുദ്ധാത്മാവ് ആ ദീപം കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, രക്തത്താൽ കത്തുന്ന ഒരു വിളക്കുണ്ടോ? രക്തത്താൽ കത്തുന്ന ഒരു വിളക്കുണ്ടോ? ആ വിളക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? പച്ചവെള്ളമൊഴിച്ച് കത്തുന്നതല്ല, രക്തത്തും കൊണ്ട് കത്തുന്ന ഒരു വിളക്കുണ്ടോ? അതാണ് മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത്. കാൽവരിയിലെ രക്തത്താൽ ആ ദീപം കത്തും. മനുഷ്യ, കാൽവരിയിലെ രക്തം അതിൽ വീണാൽ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ ആത്മാവ് കത്താൻ തുടങ്ങും. പിന്നീട് അത് പരിശുദ്ധാത്മാവ് കത്തിച്ചുകൊള്ളും. പിന്നീട് അത് ആത്മാവ് കത്തിച്ചുകൊള്ളും. ദാവീദ് പറയുന്ന വാക്കെന്താണ്? 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 18-28 വായിക്കാം. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്റെ അന്ധകാരം, ദാവീദ് പറയുകയാണ്, എന്റെ അന്ധകാരം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അന്ധകാരമുണ്ട്, എന്റെ അന്ധകാരം. അത് ഈ ഭൂമിയിലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അന്ധകാരമല്ല, അത് എൻ്റെ അന്ധകാരമാണ്. അത് മറ്റുള്ളവർക്ക് അന്ധകാരമാണെന്നില്ല, പക്ഷെ അത് എൻ്റെ അന്ധകാരമാണ്. കാരണം എൻ്റെ നിരാശയുടെ കാലം, എൻ്റെ ആശങ്കയുടെ കാലം, എൻ്റെ കഷ്ടതയുടെ കാലം, എൻ്റെ രോഗത്തിൻ്റെ കാലം, എന്നെ എല്ലാവരും കൈവിട്ടല്ലോ എന്നുള്ളതായ സങ്കടത്തിൻ്റെ കാര്യം. പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് അങ്ങനെ ഒരു അന്ധകാരമുണ്ടോ? എൻ്റെ അന്ധകാരം എന്ന് പറയുന്ന അന്ധകാരമുള്ളവർ ആരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അന്ധകാരം ഭൂമിയിൽ എല്ലാവർക്കും വെളിച്ചമാണ്, പക്ഷെ എനിക്ക് മാത്രം ഇരുട്ടാണ്. എൻ്റെ അകത്ത് അന്ധകാരമാണ്, എൻ്റെ അകത്ത് വെളിച്ചമില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന അനേകർക്കെല്ലാം ഉണ്ട്, പുറമെയെല്ലാം വെളിച്ചമുണ്ട്, തട്ടപ്പുറ സൂര്യൻ ഉദിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ അന്ധകാരം അത് എൻ്റെ പാപത്തിൻ്റെ അവസ്ഥയാണ്, എൻ്റെ ആത്മാവിൻ്റെ ക്ഷീണം കൊണ്ടാണ് എൻ്റെ അന്ധകാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെ ദാവീദിനോട് ചേർന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അന്ധകാരം, യഹോവ എൻ്റെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കും. അടുത്ത വാക്യം എന്താ? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ ശത്രുക്കളെ അല്ല ദാവീദ് കാണുന്നത്. മനുഷ്യരാരും ദാവീദിന്റെ ശത്രുക്കളല്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാരും ദാവീദിന്റെ ശത്രുക്കളല്ല. ദാവീദിന് മനുഷ്യരെ ശത്രുക്കളായി കാണുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ദാവീദ് ശത്രുവായി കണ്ടതുണ്ട്. അത് പടക്കൂട്ടത്തിന് നേരെ നിരാശ വരാതെ. പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും നിരാശയിലേക്ക് പോകരുത്. സ്വന്തം ആത്മാവിനെ, രക്ഷിക്കപ്പെട്ട ആത്മാവിനെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ധൈര്യത്തോടെ സൂക്ഷിക്കൂ. നിങ്ങളുടെ രക്ഷിക്കപ്പെട്ട ആത്മാവ് നിരാശപ്പെട്ടു പോകാൻ ഒരിക്കലും നിങ്ങൾ സമ്മതിക്കരുത്. ഒരിക്കലും നിങ്ങൾ തകരരുത്. നിങ്ങളുടെ അകത്തുള്ള ആത്മാവ് നിരാശപ്പെടാൻ ഒരിക്കലും നിങ്ങൾ തകരരുത്. യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം ആഗ്രഹമുണ്ട്, ആർക്കെല്ലാം ആഗ്രഹമുണ്ട് കരുത്തനായവൻ്റെ കരത്തിൽ പിടിക്കാൻ ആർക്കെല്ലാം കൊതിയുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം എൻ്റെ കരത്തിലേക്ക് ജീവിതം വെച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ, ഈ പറയുന്നത് പോലെ ദൈവമുണ്ടെങ്കിൽ, ഇപ്രകാരം ബലം തരുന്ന ദൈവമുണ്ടെങ്കിൽ, ശക്തി തരുന്ന ദൈവമുണ്ടെങ്കിൽ, വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ദീപം കത്തിക്കുന്ന ദൈവമുണ്ടെങ്കിൽ, സമാധാനം തരുന്ന ദൈവമുണ്ടെങ്കിൽ, താഴ്മ തരുന്ന ദൈവമുണ്ടെങ്കിൽ, തന്നെത്താൻ താഴ്ത്തുവാൻ കൃപ തരുന്ന ദൈവമുണ്ടെങ്കിൽ, എളിമപ്പെടാൻ ശക്തി തരുന്ന ദൈവമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ ഭാവിക്കാതെ താഴുവാനുള്ള കൃപ അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, താഴുവാൻ സഹായിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ആർക്കെല്ലാം വേണം? ആ ദൈവത്തെ ആർക്കെല്ലാം വേണം? സ്വന്തം പുത്രനെ താഴ്ത്തിക്കളഞ്ഞ ദൈവം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവനായ ആ ദൈവം, സർവശക്തനായ ദൈവം, ദാസരൂപമെടുത്തവൻ. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയവൻ, മുഖത്ത് തുപ്പലേറ്റപ്പോഴും മുഖം പാടാതെ നിന്നവൻ. ഹല്ലേലൂയ. അവന്റെ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പിയപ്പോഴും പ്രതികരണമില്ലാതെ നിന്നവൻ, ചെന്നിക്കടിച്ചപ്പോഴും പതറാതെ നിന്നവൻ, അവന്റെ മുഖം ഉറവിചാല പോലെ കീറിയപ്പോഴും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ചോദിക്കാതെ നിന്നവൻ, അവന്റെ പുറകെ പോകാൻ ആരെല്ലാം ഉണ്ട്, അവനെ വിളിച്ചപേക്ഷിക്കാൻ ആരെല്ലാം ഉണ്ട്, അവൻ ജീവിതം കൈമാറാൻ ആരെല്ലാം ഉണ്ട്, അവനോട് വാക്ക് പറഞ്ഞവരായി ജീവിക്കാൻ ആരെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചങ്കിലേക്ക് അവനെ വിളിക്കാൻ ആരെല്ലാം ഉണ്ട്, ചങ്കിലേക്ക് അവനെ സ്വീകരിക്കാൻ ആരെല്ലാം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തള്ളി പറഞ്ഞവനാണ്. പത്രോസ് പറഞ്ഞു, നീ മനുഷ്യരോടല്ലേ തെറ്റ് ചെയ്തോളൂ, ഞാൻ അവനെ തള്ളി പറഞ്ഞവനാണ്, എന്നിട്ട് അവൻ എന്നെ കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവജനമേ, അവനെ നിങ്ങൾ മുഖത്ത് നോക്കി തള്ളി പറഞ്ഞാൽ അവൻ കൈവിടുന്നവനല്ല, അവന്റെ മുഖത്ത് നോക്കി തള്ളി പറഞ്ഞാൽ അവൻ ഉപേക്ഷിക്കുന്നവനല്ല. അവൻ ചങ്കില ചോര കൊടുത്ത് സ്നേഹിച്ചവനാണ്. അവന്റെ ചങ്കില ചോര വിലയുള്ളതാണ്, അത് ദീപം കത്തിക്കുന്നതാണ്, അത് വിളക്ക് കത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ കരുത്തന്റെ കരങ്ങളിലേക്ക് ജീവിതം കൈമാറാൻ ആരെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ആരോടും നിർബന്ധിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൈവെക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നില്ല. എന്നാൽ ഒരുവൻ മാത്രം
മാത്രം. ഹല്ലേലൂയ. യഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവത്താ ഞാൻ മതിൽ ചാടി കിടക്കാൻ തീരുമാനമുള്ളവർക്ക് കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുത്തൻ്റെ കര പിടിക്കട്ടെ, അരിപലവാദന്റെ തെങ്കില ചോര കണ്ട് അവൻ്റെ ദീപത്തെ കത്തിക്കട്ടെ. നിരാശപ്പെടരുത്, കരയരുത്. പ്രിയപ്പെട്ടവരെ, ജീവിതം തീർന്നിട്ടില്ല, പരാജയമല്ല. ഹല്ലേലൂയ. ഇനിയും ജീവിതമുണ്ട്, ഇനിയും സമാധാനകാലമുണ്ട്, ഇനിയും വെള്ളക്കുരുത്തോലയുണ്ട്, ഇനിയും വെള്ളനിലയുണ്ട്, ഇനിയും കുഞ്ഞാറ്റിന്റെ പാട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തിയിടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ തന്ന സമയത്തിനായി സ്തോത്രം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഞങ്ങൾക്ക് പാപത്തിന്റെ മേലും ജഡത്തിന്റെ മേലും ജയം തരുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ.